ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് കേരള സ്റ്റൈലിൽ ഒരു മീൻകറി തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ന് ഞങ്ങൾ കിട്ടിയത് ഒരു കേരച്ചൂരയാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസ് കൂടിയുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റായി പറയുന്നില്ല, കാരണം മീനിൻ്റെ വലിപ്പമനുസരിച്ച് അതിന് മാറ്റം വരാം. ഞങ്ങൾ കിട്ടിയത് ഏകദേശം 1.5 കിലോ വെയിറ്റുള്ള ഒരു ചൂരയാണ്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞങ്ങളിവിടെ ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുടംപുളിയാണ്. ആദ്യമായി ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഉലുവ, കടുക് എന്നിവ ഇടുക. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇടാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ പൊടികളെല്ലാം വെള്ളത്തിൽ ചാലിച്ച് അതിലേക്ക് ഒഴിക്കാം. എണ്ണ തെളിയുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇടുക. കുടംപുളി ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ നല്ലതുപോലെ പുളി ഇറങ്ങുകയും അത് കറിക്ക് നല്ല രുചി കൂട്ടുകയും ചെയ്യും. ഈ പുളിയാണ് കറിയുടെ ഹൈലൈറ്റ്. അരപ്പ് തിളയ്ക്കുന്നവരെ ചട്ടി ഒന്ന് അടച്ചു വെക്കുക. തിളയ്ക്കുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇടുക. അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലും വെച്ച് വേവിക്കുക. കേരച്ചൂര വളരെ സോഫ്റ്റ് ആയതിനാൽ അതിനധികം വേവിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് അത് റെഡിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ അടപ്പ് തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ യമ്മി ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സർപ്രൈസ് കപ്പയാണ്. അപ്പോൾ കപ്പയും ഒരു കഷ്ണം മീനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.